നമസ്കാരം. കേരളത്തിൽ ഒരു തീവ്രവാദി വന്ന് പഠനം നടത്തിയിട്ട് ഇതൊന്നും അറിയാതെ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് നമുക്ക് ചുറ്റുമുള്ളത്. കേരളം ഭരിക്കുന്ന സർക്കാരിനെ വേണം ആദ്യം പുറത്താക്കാൻ. ഇവരുടെയൊക്കെ ഇൻ്റലിജൻസ് സംവിധാനവും സ്പെഷ്യൽ ബ്രാഞ്ച് എന്നും പറഞ്ഞ് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് പെട്രോളും അടിച്ച് തേരാപ്പാല നടക്കുന്നവരെ വേണം ആദ്യം ചവിട്ടി പുറത്താക്കാൻ. കാരണം കേരളത്തിൽ ഒരു തീവ്രവാദി വന്ന് ജമ്മു കാശ്മീരിൽ സാധാരണയായ വിദ്യാർത്ഥികളെയും സാധാരണ ജനങ്ങളെയും തീവ്രവാദത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഇവരൊക്കെ കേരളത്തിൽ വന്ന് 2-3 വർഷമൊക്കെ പഠനം നടത്തിയിട്ടും നമ്മുടെ കേരളത്തിലെ രഹസ്യാന്വേഷണ വിഭാഗം ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് വലിയ നാണക്കേട് തന്നെയാണ്. പഹൽഗാം മുഖ്യ സൂത്രധാരന്റെ പേര് കേരളത്തിലാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുമ്പോൾ വലിയ ഒരു നീക്കമാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നത്. വരും ദിവസങ്ങളിൽ ഇന്ത്യൻ സൈന്യവും വലിയ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ ഒരു വലിയ ടീം തന്നെ കേരളത്തിൽ പലയിടത്തും ഒരു വലിയൊരു റെയ്ഡ് തന്നെ നടത്തിയേക്കാം. പഹൽഗാമിൽ 26 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഭീകര സംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ തലവൻ ഷെയ്ഖ് സജാദ് ഗുൽ കേരളത്തിൽ എത്തിയിരുന്നതായി റിപ്പോർട്ട് ഗൗരവത്തിലാണ് പോലീസ് എടുക്കുന്നത്. പഠന സമയത്താണ് ഇയാൾ കേരളത്തിൽ പഠിച്ചിട്ടുണ്ട് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ PTI ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രീനഗറിലെ പഠനത്തിന് ശേഷം ബംഗളൂരിൽ MBA പഠിക്കാനെത്തിയ ഇയാൾ പിന്നീട് കേരളത്തിലും പഠിക്കാനെത്തിയിരുന്നു. ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാനാണ് ഭീകരൻ കേരളത്തിലെത്തിയത്. സ്വാഭാവികമായി അവിടെ ഒരു സംശയം ഉദിക്കുന്നുണ്ട്. MBA അതായത് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നൊരു വിഷയം PG കോഴ്സ് പഠിക്കാനെത്തിയ ഒരു വ്യക്തി എന്തിനാണ് കേരളത്തിൽ വന്നിട്ട് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചത്? MBA-കാരനായ ആ വ്യക്തി എന്തിനാണ് കേരളത്തിൽ വന്ന് ലാബ് ടെക്നീഷ്യനുമായി ബന്ധപ്പെട്ട കോഴ്സ് പഠിച്ചത്? അതിൽ തന്നെ ഒരു കാര്യം ഉറപ്പാണ്. കെമിക്കൽ ഫോർമുലയുമായി ബന്ധപ്പെട്ട് ബോംബ് നിർമ്മാണത്തിനാണ് ലാബ് ടെക്നീഷ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നത്. ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാനാണ് ഭീകരൻ കേരളത്തിലെത്തിയതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ കണ്ടെത്തിയത്. ഈ സാഹചര്യത്തിൽ എവിടെയാണ് ഗുൽ പഠിച്ചതെന്ന് കണ്ടെത്താനാണ് ശ്രമം. പക്ഷേ ഇത് ഇന്നത്തെ കാലഘട്ടമായിരുന്നെങ്കിൽ കണ്ടെത്താൻ കുറച്ചും കൂടെ പാടുപെടുമായിരുന്നു. കാരണം ഇന്ന് ഓരോ മുക്കുമൂലയിലും ലാബ് ടെക്നീഷ്യൻ്റെ പല കോഴ്സുകളുമുണ്ട്. പ്രൈവറ്റുമുണ്ട്, കോളേജുമുണ്ട്, അല്ലാതെ ഡിസ്റ്റൻസ് ഒക്കെ ആയിട്ടുണ്ട്. എന്നാൽ അന്നത്തെ കാലത്ത് അധികം ഒന്നുമില്ല. തിരുവനന്തപുരത്ത് തന്നെ 1-2 കോളേജുകൾ, സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ. കൊച്ചിയിലായിരുന്നാലും അതുപോലെ തന്നെ. അങ്ങനെ കേരളത്തിൽ ഇങ്ങനെ വലിയ രീതിയിൽ അന്ന് ലാബ് ടെക്നീഷ്യനുമായി ബന്ധപ്പെട്ട കോളേജുകളൊന്നും വലിയ രീതിയിൽ ഇല്ലായിരുന്നു. പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിൽ കണ്ടോൺമെന്റ് ടൗണിൽ ലഷ്കർ തോയ്ബയുടെ സഹായത്തോടെ ഒളിവിൽ കഴിയുകയാണ് ഗുൽ. സജാദ് അഹമ്മദ് ഷെയ്ഖ് എന്നും അറിയപ്പെടുന്ന ഇയാൾ 2020-നും 2024-നും ഇടയിൽ സെൻട്രൽ കാശ്മീരിലും തെക്കൻ കാശ്മീരിലും നടന്ന ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. ഇയാളുടെ ഒളിവ് കേന്ദ്രവും ഇന്ത്യൻ സേന ആക്രമിക്കാൻ സാധ്യത ഏറെയാണ്. 2023-ൽ മധ്യ കാശ്മീരിൽ നടന്ന ഗ്രനേഡ് ആക്രമണം, അനന്ത്നാഗിലെ ബിജ്ബെഹറിൽ വെച്ച് ജമ്മു കാശ്മീർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണം, ഗഗേറിയിലെ ഗണ്ടർബലിലെ ഇഡൻമോർ ടണൽ ആക്രമണം എന്നിവ ഇയാളുടെ നേതൃത്വത്തിൽ നടന്നതാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഗുലിന്റെ കൂടുതൽ വിശദാംശങ്ങൾ NIA-യിൽ നിന്നും കേരള പോലീസ് തേടുന്നുണ്ട്. ഒരു തീവ്രവാദി കേരളത്തിൽ വന്ന് പഠനം നടത്തിയിട്ടും നമ്മുടെ സംവിധാനം ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് വലിയ നാണക്കേട് തന്നെയാണ്. പിന്നീട് കാശ്മീരിൽ തിരിച്ചെത്തിയ അയാൾ ലാബ് ആരംഭിച്ചു. ഈ ലാബ് ഭീകര സംഘടനകൾക്ക് സഹായം ചെയ്തു നൽകുന്നതായാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. 2002-ൽ ഷെയ്ഖ് സജാദിനെ 5 കിലോ RDX-മായി ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സ്ഫോടന പരമ്പര നടത്താൻ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനത്തിനാണ് എത്തിയതെന്നാണ് കരുതുന്നത്. അതോടെ 10 വർഷത്തെ തടവിനാണ് ശിക്ഷിക്കപ്പെട്ടത്. അതായത് ഡൽഹിയെ മൊത്തത്തിൽ RDX വെച്ചിട്ട് തകർക്കാനൊരു നീക്കം ഗുൽ നടത്തിയിരുന്നു. 2017-ൽ ജയിൽ മോചിതനായ ഷെയ്ഖ് സജാദ് പാകിസ്ഥാനിലേക്ക് ചേക്കേറുകയും ഇയാൾ ISI TDF-ന്റെ ചുമതലക്കാരനാകുകയും ചെയ്തു. 2022-ൽ NIA ഭീകരനായി പ്രഖ്യാപിച്ച ഒരു ഭീകരനാണ് ഷെയ്ഖ് സജാദ്. കൂടാതെ ഇദ്ദേഹത്തിന്റെ തലയ്ക്ക് 10 ലക്ഷം രൂപയാണ് ഇയാളുടെ തലയ്ക്ക് NIA വിലയിട്ടത്. നിലവിൽ റാവൽപിണ്ടിയിലെ കണ്ടോൺമെന്റ് ടൗണിൽ ലഷ്കർ തോയ്ബയുടെ സഹായത്തോടെ ഒടുവിൽ കഴിയുകയാണ് ഷെയ്ഖ് സജാദ്. സജാദ് അഹമ്മദ് ഷെയ്ഖ് എന്നും ഷെയ്ഖ് സജാദ് എന്നുമാണ് അറിയപ്പെടുന്നത്. ഇയാളുടെ സഹോദരൻ ശ്രീനഗറിലെ ശ്രീ മഹാരാജ ഹരിസിംഗ് ആശുപത്രിയിൽ ഡോക്ടറായിരുന്നുവെങ്കിലും ഭീകരവാദത്തിലേക്ക് കടക്കുകയായിരുന്നു. 1990-കളിൽ സൗദി അറേബ്യയിലേക്കും പാകിസ്ഥാനിലേക്കും ചേക്കേറിയ ഇയാൾ നിലവിൽ ഗൾഫ് രാജ്യങ്ങളിൽ പലായനം ചെയ്തവരിൽ നിന്നും ഭീകരവാദത്തിനുള്ള ധനസഹായം സമാഹരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മോദി സർക്കാർ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതോടെ TRF-ന്റെ പ്രവർത്തനം സജീവമായി. 2020 മുതൽ 2024 വരെ നിരവധി ആക്രമണങ്ങൾ ഇവർ ജമ്മു കാശ്മീരിൽ നടത്തി. കാശ്മീരുകളല്ലാത്തവരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നത് TRF-ന്റെ രീതിയായിരുന്നു.
നിലവിൽ 50 വയസ്സുള്ള സജാദ് ഗൗളിനെ പിടികൂടാൻ ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം ചെലുത്തും. ബോംബ് നിർമ്മാണ മേഖലയിൽ ഇയാൾ വലിയൊരു വൈദഗ്ധ്യം നിറഞ്ഞ ഒരു വ്യക്തിയാണെന്നും കൂടാതെ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചതായെന്നും സൂചനയുണ്ട്. 1990-കളിൽ സൗദി അറേബ്യയിലേക്കും പാകിസ്ഥാനിലേക്കും താമസം മാറി. നിലവിൽ ഗൾഫ് രാജ്യങ്ങളിൽ പലായനം ചെയ്തവരിൽ നിന്നും ഭീകരവാദത്തിന് ധനസഹായം സമാഹരിക്കുന്നതാണ് ഇയാളുടെ ഉത്തരവാദിത്തം. ചേട്ടനേക്കാൾ വളർന്ന് ഗുൾ ലഷ്കറിന്റെ വിശ്വസ്തനും വലങ്കൈയായി മാറി. അങ്ങനെ TRFന്റെ തലവനുമായി. ഇയാൾ കേരളത്തിൽ അടുപ്പക്കാരുണ്ടോ എന്നടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൂടാതെ ഗുർലിനെ ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിലടക്കം പറഞ്ഞിട്ട് ഗുർലിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ ഇന്ത്യ നടത്തുന്നത്. അങ്ങനെ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഗുർലിനെ ഉടൻ തന്നെ നമ്മുടെ ഇന്ത്യയുടെ അജ്ഞാതർ പാകിസ്ഥാനിലേക്ക് എത്തി ഇദ്ദേഹത്തിൻ്റെ കഥ കഴിക്കും എന്ന രീതിയിലേക്കും ഒരു തീരുമാനം ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം. സ്വാമി ശരണം. പന്തളത്തിനടുത്ത് തുമ്പമൺ എന്ന സ്ഥലത്ത് ഉള്ള ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ എനിക്ക് തോന്നുന്നു അപൂർവമായ ഒരു സത്രം അരങ്ങേറുകയാണ്. സ്കന്ദ മഹാസത്രം. മുരുകയുഗമാണ് ഇനി അടുത്ത ഭാരതത്തിൽ വരാൻ പോകുന്നത്. ലോകം മുഴുവൻ മുരുകയുഗമായി മാറുകയാണ്. അപ്പോ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഇനി ഏറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള സത്രങ്ങളും ഇതുപോലുള്ള ചടങ്ങുകൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇനി കേരളത്തിൽ അങ്ങനെ അധികം നടക്കുന്നില്ല. ഇത് ആദ്യമാണോ എന്ന് സംശയമുണ്ട്. എന്തായാലും ഈ സത്രത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം. ഈ സത്രത്തെ ഒരു വൻ വിജയമാക്കി തീർക്കണം. ഈ സത്രത്തിനും അതിലെ എല്ലാ പ്രവർത്തകർക്കും എന്റെ ഹൃദയംഗമായ ആശംസകൾ. സ്വാമിയെ ശരണമയ്യപ്പ. Partner EduBix Online Executive Education. Focus Physiotherapy Center Pattam. Unnat Engineering Gujarat. Tirthayatra.com. Iron Build Gujarat. PRS Hospital, കിള്ളിപ്പാലം, തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം.